എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പം ഇന്നത്തെ വിശേഷത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നാളത്തെ വിശേഷം ഞാൻ രേവതിയുടെ സച്ചിയുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ഗജാനന്ദന്റെ ഗുണ്ടയെ കണ്ട ഉടനെ മഹേഷ് ആ കാര്യം വിളിച്ചു പറയാണ് സച്ചിയോട്. സച്ചി പെട്ടെന്ന് തന്നെ അവനെ പിടിക്കാനായിട്ട് ഓടുവാണ്. മഹേഷ് ഓടി അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കണം. അവന്മാർ രണ്ടുപേരെയും പിടിച്ച് നല്ല ഇടിയെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല സത്യം പറയടാ, എന്തിനു വേണ്ടിയിട്ടാ നീ എന്റെ കാറിൽ കൊണ്ട് കഞ്ചാവ് വെച്ചെന്ന് ചോദിക്കാം. എന്റെ പൊന്ന് എന്നെ ഇനി തല്ലല്ലെന്ന് പറയണം. ഇത് തല്ലുക മാത്രമല്ല, നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം. ഈ സമയത്ത് മഹേഷ് ഒരുത്തനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സച്ചി അവിടെ കിടന്ന വലിയൊരു കല്ലെടുത്തിട്ട് അവന്റെ തലയടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മഹേഷ് സച്ചി എന്ന് പറഞ്ഞു ഒരു വിളിയായിരുന്നു. അതെ എടാ, നീ എന്ത് പരിപാടി കാണിക്കണേ എന്ന് പറയണം. പിന്നല്ലാതെ ഇവനെ തല്ലിക്കൊല്ലേണ്ടി നിൽക്കും. ഇവനെ കൊന്നോണ്ട് ഇനി ഇപ്പൊ നിനക്ക് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ല ഇവ സത്യമെങ്കിലും പറയട്ടെ, എന്തിനാണ് നീ അത് ചെയ്തേന്ന് ചോദിക്കാം. ഞാനല്ല ചെയ്തേ, ഗജാനന്ദം പറഞ്ഞിട്ടാന്ന് പറയണം. ഗജാനന്ദം പറഞ്ഞിട്ടാ? അതെ, അങ്ങനെ കഞ്ചാവ് കൊണ്ടേ വെക്കാനായിട്ട് അയാൾ പറഞ്ഞിട്ടാ ഞാൻ ആ കാര്യം ചെയ്തേന്ന് പറയാം. ഓഹോ, അങ്ങനെ വഴിക്ക് വരട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ സച്ചി, ഇവനെ തല്ലിയിട്ട് കാര്യമില്ലെന്ന്. നമുക്ക് വേണ്ടത് അവനെയാന്ന് പറയണം. സച്ചി പറഞ്ഞു, വാടാ, അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനെ കളിച്ച് കളിച്ച് എനിക്കിട്ടുള്ള പണിയാ തന്നിരിക്കുന്നത്. ഇത് ഞാനും വെറുതെ പെടുത്തില്ല. ഗജാനന്ദൻ അവന് നേരത്തെ ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ആളാ. ഇനി എനിക്കിട്ട് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മഹേഷിനെ വിളിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാ. ഈ സമയം ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ചന്ദ്രമതി ഇരിക്കുകയാണ്. ചന്ദ്രമതിയുടെ അടുത്ത് തന്നെ ഭാമയുണ്ട്. ചന്ദ്രമതി വെപ്രാളപ്പെടുക. ഇത് കണ്ടപ്പോ ഭാമ ചോദിച്ചു, നീ എന്തിനാ ചന്ദ്രേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? പിന്നെ ടെൻഷൻ അടിക്കാതെ ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ, സച്ചിൻ രേവതിയും കൂടെ പോയി ആ ഫൈനാൻഷ്യയോട് സംസാരിക്കുന്ന കണ്ടില്ലേ? ദൈവമേ, അയാൾ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്. വീടിന്റെ ആധാരം അയാളുടെ കയ്യിലാന്നുള്ള കാര്യം പറഞ്ഞാണ്, പലിശ കൊടുത്തില്ലെന്ന് പറഞ്ഞാണ്. ഇന്നത്തോടെ മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാവും ബാമേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? അതെ, നീ എന്റെ കയ്യെല്ലാം തൊട്ട് നോക്കിയേ, എനിക്ക് ഭയങ്കരമായിട്ട് പനിക്കുന്നുണ്ടെന്ന് തോന്നേ. ബാമ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, പനിയൊന്നും ഇല്ല, നല്ല പച്ചവെള്ളം പോലെയാ കയ്യിരിക്കുന്നത്, നല്ല ഐസിനകത്ത്. അത് ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തണുത്ത് മരച്ചു പോയതായിരിക്കും. എന്റെ പൊന്നെ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ സമയം ചന്ദ്രമതി എന്നൊരു വിളി കേട്ടെ. പെട്ടെന്ന് ചന്ദ്രമതി ഞെട്ടിത്തെരിക്കുവാണ്. പെട്ടെന്നുള്ള വെപ്രാളം. ഇത് രവിയേട്ടനാണല്ലോ വരുന്നത്. എന്താ എന്താ കിടന്ന് ഇങ്ങനെ അലറി വിളിക്കണേന്ന് ചോദിക്കുക. അല്ല, ഞാൻ അലറി വിളിച്ചൊന്നുമില്ലല്ലോ, ഞാൻ സാവകാശമല്ലേ ചന്ദ്രമതി എന്ന് വിളിച്ചേ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്തിനാ? അതിന് ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഓ, നീ ഒരു കാര്യം ഉറപ്പാ, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അമ്പലത്തിൽ വെച്ച് എന്നെ ശ്രദ്ധിക്കുന്ന നിന്റെ മോഹം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്തോ കാര്യമുണ്ട്. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ മാറ്റി തരുമെന്ന് ചോദിക്കാം. നിന്റെ പ്രശ്നം മാറ്റാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല യാത്രേ. ആ നിനക്ക് തന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറയാം. നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് കണ്ടത് ഞാൻ അങ്ങ് ചോദിച്ചു പോയതാ. ഇനിയിപ്പൊ ചോദിച്ചത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കാൻ പറയാം. എന്ത് പറഞ്ഞ ഒരു ന്യായം കാണും. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അത് തന്നെ ഞാൻ ചോദിച്ച കാരണം എന്താന്ന്. അല്ലാതെ പിന്നെ എനിക്കെന്ന് പറഞ്ഞു ദേഹത്തിനൊക്കെ നല്ല വേദനയാന്ന് പറയാ. വേദന എന്തിന്? അല്ല, 2-3 ദിവസമായിട്ട് ഭയങ്കര ഓട്ടോ അലച്ചിലൊക്കെ അല്ലായിരുന്നോ സുധയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്? ഓ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വേദന വരേണ്ട ആർക്കെന്നറിയാവോ? രേവതിക്ക. അവളല്ലേ ഓടി നടന്ന് ജോലികളൊക്കെ ചെയ്തേ. നീ എല്ലാത്തിലും മേൽനോട്ടം വായിച്ചിങ്ങനെ അത് ഇതേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവല്ലേ ചെയ്തേ. പിന്നെ നിനക്ക് എന്തിനാ എത്രമാത്രം വേദന? അതെ, അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതെ, ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കാൻ ഒന്ന് കയറി പോകുന്നുണ്ടോന്ന് ചോദിക്കാം. ഞാൻ ഇനി കയറി പോയേക്കാം. ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു, ഒരു നിമിഷത്തേക്ക് ഞാൻ പേടിച്ചു പോയി. രവിയേട്ടൻ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നേന്ന് ഓർത്തുണ്ട്. ദൈവം ഇപ്പോഴൊരു സമാധാനമായത്. അതെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാം. അതെ, നീ ഒരു കാര്യം ചെയ്യ, ആ രേവതിയോട് പോയി ചോദിച്ചു നോക്ക്. അയാളോട് എന്താ സച്ചി പറഞ്ഞേന്ന്, ആ ഫൈനാൻഷ്യറുടെ അടുത്ത് എന്താ ചെന്ന് പറഞ്ഞേന്ന്. അത് വേറൊന്നും ആയിരിക്കത്തില്ല, അയാളുടെ വണ്ടിയല്ലേ സച്ചി ഓടിക്കുന്നേ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പോയി പറഞ്ഞായിരിക്കും. അത് മാത്രമല്ല, പൈസയും കൊടുക്കാനുണ്ടല്ലോ വാടക ഓടുന്നതിന്റെ. അപ്പൊ അതിനൊക്കെ വേണ്ടി പോയതായിരിക്കും. എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവസാനം ഭാമ എന്ത് ചെയ്യാ, നേരെ അടുക്കളയിലേക്ക് ചെല്ലുക. രേവതി ഉച്ചകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല രേവതി മോളെ, ജോലികളൊക്കെ തീർന്നെന്ന് ചോദിക്കും. ഇല്ല ആന്റി, കുറച്ച് ജോലികളൊക്കെ കൂടെ ബാക്കിയുണ്ടെന്ന് പറയാണ്. അല്ല, മോൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മോളെ ആ സമയത്ത് കണ്ടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോള് സച്ചിയും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ അതെ ആന്റി, അതെ, എന്ത് പറയാൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ പോയത്. അല്ല, എന്താ മോള് പെട്ടെന്ന് വന്നേ? അങ്ങനെയാണെ പിന്നെ ചന്ദ്രമതിയുടെ അവരുടെ കൂടെ വന്നാ പോരായിരുന്നോ? അല്ല ആന്റി, ഞാൻ വരുന്നില്ലെന്ന് കരുതിയിരുന്നാ. പക്ഷെ അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാ. അത് നിങ്ങൾ അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതോ, അതാ ഫൈനാൻഷ്യറോടാ. അല്ല, സച്ചി എന്താ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സച്ചിക്ക് നേരത്തെ അയാളെ അറിയാവോന്ന് ചോദിക്കാം. അറിയാം ആന്റി.
അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് പറയാം. ഓ അങ്ങനെ, അല്ല മോൾ എന്താന്ന് കേട്ടില്ലേ? അവർ പറഞ്ഞ എന്താന്ന് എനിക്ക് അങ്ങനെ അധികം അറിയത്തില്ല ആന്റി എന്ന് പറയാം. അത്രയും മാത്രമേ രേവതി പറഞ്ഞുള്ളൂ. കൂടുതലായിട്ട് രേവതി ഒന്നും പറഞ്ഞില്ല. നേരെ ഭാമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരികയാണ്. നീ പേടിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആധാരത്തിന്റെ കാര്യമൊന്നും സച്ചിയോട് പറഞ്ഞിട്ടില്ല. അവര് വേറെ എന്തോ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തേ. ഇനിയിപ്പൊ അതോർത്ത് നീ നിന്റെ തല മുണ്ണാക്കണ്ട. വെറുതെ എന്തിനാ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വലിച്ചു കയറ്റി വെക്കുന്നേ. അതുകൊണ്ട് നീ ടെൻഷൻ ആയിട്ടിരിക്കുക. ഇങ്ങനെ പോയാല് മിക്കവാറും നീ തന്നെ എല്ലാവരും വിളിച്ചു പറയും ഞാൻ ആ ആധാരം അവിടെ പണയം വെച്ചിട്ടുണ്ടെന്ന്. അത്ര മാത്രമല്ല നിന്റെ മുഖത്ത് ടെൻഷൻ എന്ന് പറയാണ്. ഈ സമയത്ത് അകത്ത് നല്ല പ്രണയ സല്ലാപത്തിലിരിക്കുക ശ്രുതിയും കൂടെ. ഈ സമയം ശ്രുതിയെ തന്നെ നോക്കിയിരിക്കുക ശ്രുതി. നീ എന്താ ശ്രുതി ഇങ്ങനെ നോക്കുന്നതിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ? നിന്നെ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല. ഓരോ ദിവസം ചെല്ലുന്നോറും നിന്റെ സൗന്ദര്യം കൂടി വരുവാന്ന് പറയാം. പിന്നെ ആണോന്ന്? അതേ മുറിക്കാത്തവരെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്ന് പറയാം. എന്താ നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, നമ്മളിപ്പോ മുറിക്കാത്തിരുന്ന എന്താ കുഴപ്പം? ശ്രുതി അങ്ങനെ പറഞ്ഞു. ശ്രുതി പറഞ്ഞ അത് ശരിയാവത്തില്ല. ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? കല്യാണം കഴിഞ്ഞും വെച്ചോണ്ട് എപ്പോഴും മുറിക്കകത്ത് കയറിയിരുന്നാല്. അതേക്കുറിച്ചൊന്നും ഓർത്ത് നീ പേടിക്കണ്ട കേട്ടോ. ഭർത്താവായിട്ട് ഞാനില്ലേ, ഭർത്താവിന്റെ കൂടെയല്ലേ നീ ഇരിക്കുന്നേ. പിന്നെ മോൾക്ക് വിശക്കുമ്പോ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി. ആ സമയത്ത് ഫുഡൊക്കെ എടുത്തോണ്ട് ഞാൻ തരാന്ന് പറയണം. ഓ അത്രയ്ക്കൊക്കെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അല്ല എന്താ ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുക ശ്രുതിയോട്. ഞാൻ പ്രാർത്ഥിച്ചേ അത് പറയാൻ പറ്റില്ലെന്ന് പറയണ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിപ്പോ നമ്മള് പ്രാർത്ഥിക്കുന്ന കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം നടക്കുമോന്ന് ചോദിക്കുക. ഓ വേറെ ആരുടെ അല്ലല്ലോ പറയണേ, സ്വന്തം ഭർത്താവിനോടല്ല പറയുന്നേ. ഭർത്താവിനോടാണെ പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, മനസ്സിലായെന്ന് ചോദിക്കുക. ഓഹോ അപ്പൊ എന്റെ അടുത്തും വേണം ഈ ഒളിച്ചുമറയൊക്കെ അല്ലേന്ന് ചോദിക്കുക. ഞാൻ പക്ഷെ വിചാരിച്ചോണ്ടിരുന്ന ശ്രുതിക്ക് എന്റെ അടുത്തൊന്നും മറയ്ക്കാനൊന്നും ഇല്ലെന്നാ. ഇത് കേട്ട ശ്രുതിയുടെ ഉള്ളൊന്ന് കാളി. താൻ എത്ര വലിയ കള്ളത്തര പറഞ്ഞ് ശ്രുതിയോട്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് സഹിക്കാൻ പറ്റുമോന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതെ എനിക്ക് ശ്രുതിയോട് ഒന്നും വിളിക്കാനില്ല. എന്റെ മനസ്സ് ഞാൻ പണ്ടേ തുറന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ശ്രുതിയുടെ മനസ്സുള്ള കാര്യങ്ങളും എന്നോട് പറയണം. അതാ ഞാൻ ചോദിച്ച ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന്. അതാണോ? അത് പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ബ്യൂട്ടി പാർലറൊക്കെ നല്ല രീതിയിൽ പോകണം, ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ഇതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു ചോദിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നേ. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല ശ്രുതി നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്താ ചോദ്യമോ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ഒരിടത്തേക്കും പോയില്ലല്ലോ, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയണ. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അമ്മേ താങ്ക്സ് എന്ന് പറയണ. താങ്ക്സോ? അതെന്തിനാ? അല്ല ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയേന് കല്യാണമേ വേണ്ടെന്ന് വെച്ചോണ്ട് ഞാൻ ഇരുന്ന. പക്ഷെങ്കിൽ ആ സമയത്താണ് എനിക്ക് സുധിയുടെ ആലോചന വരുന്നത്. എന്തോ എനിക്ക് സുധീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ എനിക്ക് സുധിയെ പോലെ ഒരു ഭർത്താവിനെ, അമ്മയെപ്പോലെ ഒരു നല്ലൊരു അമ്മേനെ ഒക്കെ കിട്ടിയത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയാ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ 2 ദിവസം കൊണ്ട് ഞാൻ ഒരു അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്നു. എന്റെ അമ്മ ചെറുതിലേ മരിച്ചു പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, മോൾ അന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി മോൾക്കൊരു വിഷമം ഇവിടെ ഉണ്ടാവില്ല. മോൾക്കൊരു സങ്കടം ഉണ്ടാവില്ല. ഒരു രീതിയിലും മോളെ ഇവിടെ ആരും സങ്കടപ്പെടുത്താൻ പോകുന്നില്ല. മോള് വലിയ കോടീശന്റെ മോളാണെങ്കിലും ആ ഒരു അഹങ്കാരം ഒന്നും എന്റെ മോൾക്കില്ല. ഇതാ മോള് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പൊക്കി വിടുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താമ്മേ? അല്ല ആ ഫൈനാൻഷ്യർക്ക് പലിശ കൊടുക്കേണ്ട ദിവസമായെന്ന് പറയാം. അയാൾ ഇനി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് കൊടുത്തില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മേ എന്റെ ക്യാഷ് ഇല്ലല്ലോ. അല്ല മോളുടെ ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന പൈസയോ? അല്ല അതൊക്കെ കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടി ചെലവാക്കി പോയില്ലേ. അമ്മയ്ക്കറിയാലോ ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം പണം കൊണ്ടാണ് ഈ കല്യാണം മൊത്തം നടത്തിയത്. അതായത് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയതാ. അപ്പൊ അതുകൊണ്ട് എന്റെ പൈസയൊന്നും ഇല്ല അമ്മയെന്ന് പറയാം. വേണമെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ട്, അത് തരാന്ന് പറയാം. 10,000 രൂപ അതുകൊണ്ടൊന്നും ആകത്തില്ല മോളെ. ഇനിയിപ്പൊ ഇത് ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ എന്നെ ഇറക്കി വിടും. എന്നെ മാത്രമല്ല നിങ്ങളെ 2 പേരും കൂടെ ഇറക്കി വിടും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നോളെ. രവിയേട്ടൻ ഒട്ടും പിടിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ. അതും ആധാരം കൊണ്ട് പണയം വെക്കാന്ന് പറഞ്ഞാലേ സഹിക്കുന്ന കാര്യമല്ലെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയ്ക്ക് എന്റെ വള 2 ഊരി തരാന്ന് പറഞ്ഞിട്ട് വള അങ്ങോട്ട് ഊരുവാണ്. ഈ സമയം ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. വേണ്ട അതൊന്നും ഊരി കൊടുക്കണ്ട, അതിന്റെ ആവശ്യം എന്തായിരിക്കണേ? അതെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. ചന്ദ്രമതി ചിരിച്ചോണ്ട് നിൽക്കാം. ചിരിക്കാതെ വേറൊന്നും പറ്റില്ലല്ലോ, കാരണം പെട്ടുപോയ അവസ്ഥയിലല്ലേ. ഈ സമയം ഭാമ നോക്കിക്കഴിയുമ്പോ വള ഊരുവാന്നും പറഞ്ഞോണ്ട് ശ്രുതി വള അങ്ങോട്ട് കയറ്റിയിട്ടോണ്ടിരിക്കുക. ഇവള് നല്ല മോള് തന്നെ, പറ്റിയ മോള് തന്നെ, ചന്ദ്രമതിക്ക് പറ്റിയ മരുമോള് തന്നെയാ. നല്ല പണിയാ ചന്ദ്രമതിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ സമയം ശ്രുതി പറഞ്ഞു, അമ്മ ഈ വള ഊരാൻ പറ്റുന്നില്ല. ശ്രുതി പറഞ്ഞു, അന്നെങ്കിൽ വള ഊരാൻ പറ്റുന്ന നീ ഊരണ്ട അമ്മ, അതെങ്ങനെയാലും ഒക്കെ മാനേജ് ചെയ്തോ. അമ്മ ഈ തവണത്തേക്കൊന്നും എങ്ങനെയാലും എവിടെയെങ്കിലും സംഘടിപ്പിക്കാൻ പറയാം. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ കൂടെ ഇറങ്ങി പോവാണ്. ചന്ദ്രമതി ആകെപ്പാടെ വിഷമം.
പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാമേന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീടിന്റെ കാര്യത്തിനും കൂടി തീരുമാനമായെന്ന് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നീ ആരുടെ കയ്യോ കാലേ വീണിട്ടാണെങ്കിലും പൈസ അടയ്ക്കാൻ നോക്കണം. പൈസ അടച്ചില്ലെങ്കിൽ അയാൾ പറഞ്ഞേക്കുന്നത് എന്താ, വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഒപ്പിടാനായിട്ട്. അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് കയറി വരും. ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം ഗുരുതരമാവെന്ന് പറയാം. ഓഹ്, എനിക്ക് ഭയങ്കര സമാധാനക്കേടാ, എന്തേലും വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. ചന്ദ്ര അവതരിച്ചു, അല്ല ഫുഡൊക്കെ കാലമായെന്ന് വെക്കും. കാലമായമ്മേ. പിന്നീട് ചന്ദ്രമതി എല്ലാം തുറന്നു നോക്കണം. കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ആരോട് ചോദിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നേന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ അല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വരണ്ടായിരുന്നു. അതമ്മേ, ഞാൻ അദ്ദേഹം സച്ചേട്ടൻ വന്ന് വിളിച്ചോണ്ടാവുന്നു. ഓ, നിന്റെ ഭർത്താവ് ഒന്ന് വിളിച്ചോണ്ടായിരിക്കും നീ തുള്ളിച്ചാടി അങ്ങോട്ട് പോയതല്ലേ. എന്നിട്ട് ചോറും ഒക്കെ വെച്ചോന്ന് ചോദിക്കണം. ചോറ് മാത്രം വെച്ചില്ല, കറികളെല്ലാം ആയെന്ന് പറയാം. എന്താ ചോറ് വെക്കാത്തെ? അമ്മയല്ല പറയുന്നേ, അരിക്കാലത്തെ തൊട്ടുപോയേക്കല്ല അമ്മ വന്നിട്ട് അരി എടുത്ത് തരാന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അരി എടുത്തില്ല എന്ന് പറയും. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കും അല്ലേന്ന് ചോദിക്കണം. ഞാനിവിടെ ഇല്ലാത്തപ്പോ നിനക്കെടുത്ത് ഇടാമല്ലേ? അത് ശരിയാകത്തില്ലമ്മേ. വെറുതെ എന്തിനാ, ഞാൻ എടുത്ത ചിലപ്പോൾ കൂടിപ്പോവും, അതുകൊണ്ടാന്ന് ശരിയാകത്തില്ലെന്ന് പറയണം. ചന്ദ്രപതി ദേഷ്യപ്പെട്ട് പോയി അരിപ്പാത്രം എടുത്ത് അതിനകത്തും കുറച്ച് അരി അങ്ങോട്ട് കൊടുക്കുകയാണ്. വേഗം നിട്ടുണ്ടാക്ക്. അതെ, ശ്രുതിക്ക് ഇപ്പൊ തന്നെ വിശക്കാൻ തുടങ്ങും. പറഞ്ഞു കേട്ടല്ലോ, നിന്നെപ്പോലൊന്നും അല്ല അവള്. നല്ല ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്ന. അത് മാത്രമല്ല അവളുടെ അച്ഛനാണെങ്കിൽ കോടീശ്വരനും കൂടെ കൂടിയാ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. രേവതിക്ക് ഭയങ്കര സങ്കടമായി ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം. കാരണം ഇത്രയും ദിവസമായി താൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ തന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ വന്ന് കയറിയ ശ്രുതിയോടുള്ള സ്നേഹം കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ രേവതി എന്ത് ചെയ്യുവാണ്, അന്ന് മൈൻഡ് ചെയ്തില്ല. പക്ഷെ തന്റെ വിധിയായിരിക്കും ഇത്. അങ്ങനെ വിചാരിച്ച് അങ്ങ് സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് സച്ചിൻ നേരെ ഗജാനന്ദനെ കാണാൻ അങ്ങോട്ട് ചെല്ലുവാണ്. ഗജാനന്ദൻ സച്ചിനെ കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.